നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ ആരോ പോയതുപോലെ തോന്നി. എന്താ എന്തു പറ്റി? ചേച്ചി അവിടെ ആരെയോ കണ്ടെന്ന്. ആരെ? എനിക്ക് നമ്മുടെ ഡ്രൈവർ ശിവരാമനെ പോലെ തോന്നി. എന്നിട്ട് എവിടെ കാണാനില്ലല്ലോ. മേരി, പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ആദ്യമായിട്ടല്ലല്ലോ മാഡം ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. ഇതുവരെ ഏറ്റതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തു തന്നിട്ടില്ലേ? പിന്നെ മാഡത്തിന് എന്തൊരു സംശയം? സംശയമല്ല, എന്റെ പേടിയോണ്ട് ചോദിച്ചതാ. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ, പക്ഷെ സാധിച്ചില്ല. അത് വീണ്ടും ഇവിടെ തന്നെ വന്നു. ഇത്തവണ പാളി പോകരുത്. ഒന്നല്ല, രണ്ടും തീർന്നിരിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് മാഡം പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തിരിക്കും. ചെയ്യാനുള്ള ജോലി തീർത്തു കഴിഞ്ഞാ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പൊയ്ക്കോണം. മനസ്സിലായോ? മറ്റാർക്കും ഒരു സംശയവും തോന്നരുത്. അതൊക്കെ ഞാൻ ഏറ്റു. എന്തൊക്കെയാ ഇവിടുത്തെ ചടങ്ങുകള്? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം കുഞ്ഞുങ്ങൾക്ക് നെയ്യ് ഒഴിച്ച് ചോറ് പൂജിച്ചത് കൊടുക്കും. അത് കഴിഞ്ഞ് ഭഗവാന് നിവേദിച്ച പായസം. ആ പായസത്തിൽ വേണം നീ വിഷം ചേർക്കാൻ. അല്ലെങ്കിലും വിഷം ചേർക്കാൻ പറ്റിയത് പായസം തന്നെയാ. സാധനം എവിടെ? അതൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. സമയമാകുമ്പോ ഞാൻ നിന്നെ ഏൽപ്പിക്കാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അധികാരം ശ്രദ്ധിക്കണ്ട. ഞാൻ പിന്നെ വരാം. ശരി മാഡം. നിങ്ങള് സർപ്പക്കാവില് തൊഴുന്നില്ലേ? ആ, തൊഴുതല്ലോ. ആണോ? അല്ല, എന്തായി തന്ത്രിയോട് സംസാരിച്ചോ? ആ, സംസാരിച്ചു. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇവരുടെ പേരിൽ വഴിപാടുകളൊന്നും നടത്തണ്ടെന്നാ അദ്ദേഹം പറഞ്ഞത്. അതെന്താ അങ്ങനെ? 1 വയസ്സ് കഴിഞ്ഞിട്ട് മതി കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും നടത്തുന്നേന്നാ അദ്ദേഹം പറഞ്ഞത്. അപ്പോ ജാതകത്തിന്റെ കാര്യം? അതൊക്കെ സമയമാകുമ്പോ അദ്ദേഹം ചെയ്തുതരാൻ നേരിട്ടുണ്ട്. ആഹാ, എല്ലാരും തൊഴുതു കഴിഞ്ഞോ? ഇപ്പൊ തൊഴുതിറങ്ങിയതേ ഉള്ളൂ. ഇന്നല്ലേ ഇവരുടെ ചോറൂണ് ചടങ്ങ്? അതെ, ചടങ്ങിന് മുമ്പ് ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാ. ആയിക്കോട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി എന്നാ. സച്ചിട്ട. ദാ. ഓ ഓ ഓ. വാ വാ വാ. ഓ ഓ ഓ ഓ. അർച്ചന, കാണത്തെ കയറട്ടെ. ഒന്നുമില്ല, ഇവിടെ ആരോ പോയതുപോലെ തോന്നി. എന്താ എന്തു പറ്റി? ചേച്ചി അവിടെ ആരെയോ കണ്ടെന്ന്. ആരെ? എനിക്ക് നമ്മുടെ ഡ്രൈവർ ശിവരാമനെ പോലെ തോന്നി. എന്നിട്ട് എവിടെ കാണാനില്ലല്ലോ. ചേച്ചിക്ക് തോന്നിയതായിരിക്കും. ഇവിടെ എങ്ങും ആരുമില്ല. എനിക്ക് തോന്നിയതായിരിക്കും. ശിവരാമൻ വന്ന് എപ്പോഴെങ്കിലും
ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്നുള്ള ഭയം തന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനി ആര് വന്നാലും നമ്മൾ ഈ കുഞ്ഞിനെ ആർക്കും തിരിച്ചു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. നിയമപരമായി തന്നെ നമ്മളിവളെ അഡോപ്റ്റ് ചെയ്തതാണ്. ഇവള് നമ്മുടെ മകളാണ്. വാ പോകാം. അപ്പോൾ ഇന്നാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ്. എനിക്കും ആ ചടങ്ങൊന്ന് കാണണം. എത്രയായി? 50. ഞാൻ വൈകിയില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ തിരുമേനി കാത്തിരിക്കുകയായിരുന്നു. അകത്തോട്ട് വരൂ. വരൂ. ആ വന്നോളൂ. എവിടെയാ പൂജാമുറി? തിരുമേനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ. ഏയ്, നമുക്കൊന്നും വേണ്ട. മാഷ് പൂജാമുറി കാണിച്ചു തരൂ. അല്ല, ചടങ്ങ് തുറന്നതിന് മുമ്പ് കുറച്ച് കർമ്മങ്ങളൊക്കെ ഉണ്ട്. തിരുമേനി വരൂ, കാണിച്ചു തരാം. വരൂ. നീ എന്താ ബാഗിനകത്ത് വെച്ചത്? ഒന്നുമില്ല. അച്ഛമ്മ നോക്കട്ടെ. ആ, അത് വേണ്ട. ഇത് വേറൊരു കാര്യം അച്ഛമ്മ. ഓഹോ, അത്രയ്ക്ക് സീക്രട്ട് ആണോ? അച്ഛമ്മ കാണാൻ പാടില്ലാത്ത അത്ര രഹസ്യ. ഇത് ഞാൻ അച്ഛമ്മയെ പിന്നെ കാണിച്ചു തരാം. ഞാനറിയാതെ ഇത് അച്ഛമ്മ തുറന്നു നോക്കല്ലേ? ഇല്ല, അച്ഛമ്മ അത് നോക്കുന്നേ ഇല്ല. പോരെ, വാ, അവിടെ പൂജ തുടങ്ങാൻ സമയായി. അമ്പലത്തിൽ പോയിട്ട് അവരാരും വന്നില്ലേ? ഓ, അവരൊക്കെ ഇപ്പൊ വന്നോളും. നീ ഇങ്ങോട്ട് വന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.